കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന പത്രപ്രവർത്തകൻ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മാധ്യമോപദേഷ്ടാവും ഇപ്പോൾ MP-യുമായ ജോൺ ബ്രിട്ടാസാണ്. അദ്ദേഹം എഴുതിയ പുസ്തകം ഉണ്ടല്ലോ, ആ ലേഡിയുടെ, ആ പുസ്തകം കൈരളി ചാനൽ എത്ര പ്രാവശ്യമാണ് കാണിച്ചത്, പുസ്തകത്തെ പറ്റി ഇന്റർവ്യൂ, അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ അത്തരത്തിൽ ഒരു വലിയ പ്രചരണം അതിനെതിരെ നടക്കുന്നു. ഞാനതിൽ കേട്ടത്, ഇവർ ഈ അമൃതാനന്ദമയ്യെ സന്ദർശിച്ചു കഴിഞ്ഞ് പിന്നത്തെ ആദ്യത്തെ പ്രതികരണം ഞാൻ കണ്ടത് സിനിമാ സംവിധായകൻ പ്രിയനന്ദൻ്റെയാണ്. പ്രിയനന്ദൻ്റെ മറ്റേ സിനിമയുണ്ടല്ലോ അവരുടെ. അപ്പോൾ ആ സിനിമയടക്കം അത്രയ്ക്കും ഹാർഷായിട്ട് അമൃതാനന്ദമയ്യെ പോലുള്ള അതുപോലെയുള്ള ആൾ ദൈവങ്ങളെ വിമർശിക്കുന്ന പ്രിയനന്ദനെ പോലെയുള്ള ആളുകൾ. പി ജയരാജന്റെ മകന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, കടപ്പുറം സുധാമണി എന്ന് തന്നെ വിശേഷിപ്പിച്ചുകൊണ്ട്. അല്ല, അത് ഞാൻ പറഞ്ഞത് കടപ്പുറം സുധാമണി, അത് ഞാൻ പറഞ്ഞ അവരങ്ങനെ വിളിക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ വിളിച്ചിരുന്ന അതാണ് പ്രശ്നം. ഇവർ വിളിച്ചിരുന്ന അത് ഇവിടെ കുഴപ്പം എന്താ, ഞാനിപ്പോൾ ഈ ഇലക്ഷനിൽ ഈ SNDPയും NSSന്റെ കാര്യം ഞാൻ പറയുന്നില്ല. കാരണം NSS പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അവർ സമദൂരോ ശരിദൂരോ മഹാദൂരോ. അതിലെന്താ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ അതിൽ കാണുന്നത് NSSന് അത്ര വലിയൊരു ഇമ്പാക്റ്റും ഇല്ല. ഇമ്പാക്ട് ഉണ്ടായിരുന്നുവെങ്കിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വേറെ ഇമ്പാക്ട് ഉണ്ട്. അത് മാത്രമല്ല, ഇമ്പാക്ട് ഇല്ല എന്ന കാരണം, ഒന്ന്, ഒരു 11%, 12% വോട്ടേ ഉള്ളൂ കേരളത്തിൽ നായർ സമുദായം. 2,